പ്രൊഡ്യൂസർ കോമാളിയല്ല, പ്രൊഡ്യൂസർ ദൈവമാണ്. ദൈവം എന്ന് പറയുന്നത് നമ്മൾ അത്രയും റെസ്പെക്ട് അർഹിക്കുന്ന, അത്രയും റെസ്പോൺസിബിലിറ്റി ഉള്ള, ഹി ക്യാൻ മേക്ക് സിങ്ക് ഓർ സെയിൽ. ഒന്ന് അറിയണമെന്ന് കണ്ണടച്ച് പോയി കഴിഞ്ഞാൽ ഈ കപ്പൽ മുങ്ങും. അപ്പോൾ അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. ഒരുപാട് ഉത്തരവാദിത്വ ബോധം വേണം, ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ഒത്തിരി ജോലിയുണ്ട് ചെയ്യാൻ. അതൊക്കെ നമ്മളൊരു അങ്ങനെ ഒരു ക്യാപ്പ് വെച്ചപ്പോഴാണ് അതെല്ലാം തിരിച്ചറിഞ്ഞത്. തീർച്ചയായിട്ടും ഇൻഎക്സ്പീരിയൻസ് നമ്മളെ ബാധിക്കും. ആ ഇൻഎക്സ്പീരിയൻസ് ബാധിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു, മുൻകൂട്ടി ചെയ്തിരുന്നു. അതൊക്കെ പിന്നീട് മനസ്സിലായിരുന്നു ഇൻഡസ്ട്രിയിൽ ആരും ചെയ്യാത്ത കാര്യങ്ങളാണ്. അതെൻ്റെ ഒരു പിന്നെ നമ്മളൊരു IT എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു റിസ്ക് മാനേജ്മെന്റ് എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്ത പല കാര്യങ്ങളും പടത്തെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് തികട്ടി വരുന്നു. പലപ്പോഴും റൈറ്റേഴ്സിനെ സംബന്ധിച്ച് പറയാറുണ്ട്, റൈറ്റേഴ്സ് ബ്ലോക്ക് പോലെ താങ്ക് യു മറ്റേ കുഞ്ഞു ആക്ച്വലി ഐ വാസ് വെയിറ്റിംഗ് ഫോർ ഹെർ. ഹായ് നിഹാല. ഓക്കെ, ശക്കലം പറ്റും. പ്രൊഡ്യൂസറുടെ ഒക്കെ ഞാനൊരു ഡ്രാമ സൃഷ്ടിച്ചതല്ല, ആക്ച്വലി തൊണ്ട വരളുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്ന ഒരു പണി തന്നെയാണ് പ്രൊഡ്യൂസറുടെ. പെട്ടെന്ന് ഇതിലേക്ക് വരാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ പെട്ടെന്ന് ഓർത്ത ഒരു ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകണമെന്ന് വിചാരിച്ചാണ്. ഞാൻ നമ്മുടെ സിനിമയിൽ അത്തോളി, നമ്മുടെ പ്രൊഡക്ഷൻ നിങ്ങളോടുള്ള അത്തോളിയും നമ്മുടെ ക്യാമറമായിട്ടുള്ള ആനീഷിന്റെ പടം തുടങ്ങി നെക്സ്റ്റ് തുടങ്ങുന്ന പ്രീ പ്രൊഡക്ഷൻ എന്താണ് പൂജയ്ക്ക് 2 ദിവസം അങ്ങനെ ഉള്ളൂ. ആ ഒരു സമയത്ത് ഭയങ്കര അടിയും, ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ നമുക്ക് ഭയങ്കര ടെൻഷൻ വരുന്നതാണ് ആ സമയത്ത്. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അടി വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയുടെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനീഷ് ലാലിൻ്റെ അടുത്ത് പറഞ്ഞത്, അനീഷ് തോമസ് സാറിന് ഒരു സീൻ കൺസീവ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് തോമസ് സാർ ഡിസൈഡ് ചെയ്തു. അതിനാവശ്യമായ അതിൻ്റെ ഡിവൈസസ് ആൻഡ് എക്യുപ്മെന്റ്, വാട്ടർ ക്യാമറ, ലെൻസോ, ലൈറ്റിങ്ങോ വാട്ടെവർ ചീസ് ഏറ്റവും ബെസ്റ്റ്. അത് ഒരു സീൻ മൾട്ടിപ്പിൾ ഷോട്ട്സ്, ഓരോ ഷോട്ട്സും മൾട്ടിപ്പിൾ ഫ്രെയിം, ഏതെങ്കിലും ഒരു ഫ്രെയിമിൽ തന്നെ അതിന്റെ ക്വാളിറ്റി നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് ക്വാളിറ്റി സെറ്റ് ചെയ്തിട്ട് ക്വാളിറ്റിയിൽ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യുന്നത്. സിനിമയ്ക്ക് പൈസ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇത് അതൊക്കെ പൈസയാവും അങ്ങനെ വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ഒരുപാട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാടും മലയൊക്കെ കയറി ഇറങ്ങുന്ന സീൻസ് ഉണ്ട്. അപ്പോൾ ഡേ ഫോർ നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും നല്ലത്, ഡെപ്ത് ഒക്കെ കിട്ടാൻ അതായിരിക്കും നല്ലത്. പക്ഷേ നമുക്ക് ചിലത് നൈറ്റ് തന്നെ എടുത്താലേ വർക്കാവുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ നൈറ്റ് എടുക്കുമ്പോൾ നമുക്ക് കുറേയെങ്കിലൊക്കെ ലൈറ്റ്, ഒരു ബലൂൺ ലൈറ്റ് വേണമെങ്കിൽ അത് എന്തും അനീഷ് ആലോചിക്കുമ്പോൾ അവിടെ പൈസ കാണൂ എന്നുള്ളൊരു തോന്നലോ ഒരിക്കലും നിങ്ങളുടെ തോമസാറിൻ്റെയും അനീഷിൻ്റെയും ക്രിയേറ്റിവിറ്റിയെ ബാധിക്കരുത് എന്ന് ഞാൻ എടുത്ത് പറഞ്ഞായിരുന്നു. അപ്പം അനീഷ് അതനുസരിച്ച് ഭയങ്കര ഹയർ ക്വാളിറ്റി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഞാൻ തന്നെ അത്തോളിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 5 പൈസ കയ്യിലില്ല, വിച്ച് വാസ് ട്രൂ. 5 പൈസ കയ്യിലില്ല. നമ്മൾ ലിറ്ററലി പിരിവെടുത്തിട്ട് നമ്മൾ തിരിഞ്ഞ ആൾക്കാരോട് എന്താ പറയുന്നത്, ആൾക്കാർ ഇവിടെ പോകില്ലേ, എന്താ പറയുന്നത്, ചില തീർത്ഥാടനങ്ങളിൽ പോകുമ്പോൾ ഇത്ര പേരോട് ചോദിച്ചിട്ട് അവരുടെ അടുത്ത് ഫിഷ് അങ്ങനെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോളൂ. 200 ഈ ഒരു കാര്യം മാത്രം മതി. 200 പേര് ഈ പൈസ ഇതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര പേരോട് ചോദിച്ചിട്ടുണ്ടാവും ആലോചിക്കും. എന്താണെങ്കിലും 200 അല്ലേ ഇതിൽ ചോദിക്കുന്ന എല്ലാവരും പൈസ തരില്ലേ. അപ്പോൾ അത് എത്രയാണെന്നുള്ള ഞാൻ പറയുന്നില്ല. അപ്പൊ എന്താണേലും അപ്പൊ അങ്ങനെ ലിറ്ററലി നമ്മൾ അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പൊ 5 പൈസ കയ്യിലില്ലെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് വേണം ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളിങ് നടത്തുന്നത്. അപ്പൊ ഇവർ അടിവെക്കുന്നാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം 2 പേര് അന്തസ്സായിട്ട് പണിയെടുക്കുന്നുണ്ട്. ഞാൻ എന്താണ് പറഞ്ഞു അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി രസകര അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്തിട്ടുണ്ട്. നമ്മൾ വളരെ നന്നായിട്ടാണ് എല്ലാം ഹാൻഡിൽ ചെയ്തത്. നമുക്ക് ഒരു പൈസ പോലും നമുക്ക് ആരോടും നമ്മുടെ ബില്ല് മുടങ്ങിയിട്ടില്ല. നമുക്ക് ആരുടെ അടുത്തും കടം പറയേണ്ടി വന്നിട്ടില്ല. എല്ലാ ടൈമിൽ സെറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇവർക്കൊക്കെ അറിയാം, ഇവരോട് ചോദിച്ചറിയാം. പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് പ്രൊഡ്യൂസേഴ്സ് സൈഡിൽ നിന്ന് എന്തെങ്കിലും പ്രൊഡ്യൂസറിനെ കുറിച്ച്, പ്രൊഡ്യൂസറിനെ ഞാൻ എല്ലാവരും റെപ്രസെന്റ് ചെയ്ത് പറഞ്ഞു, ഒരു പരാതി ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. അത്രയ്ക്ക് പിന്നെ പലരോട് പറയാത്ത കാര്യങ്ങൾ പോലും ഉണ്ട്. സാധാരണ ആരും ചെയ്യാത്തതാണെന്നാണ് അറിയുന്നത്. ഞാൻ ആളുകളെ ഇൻഷ്യൂർ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും. പിന്നീട് അത് വേണ്ടി വന്നില്ല, അല്ലാതെ വേറെ മാനേജ് ചെയ്തു. കുറച്ചൊക്കെ പേര് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ഓക്കെ, ഞാൻ അതെല്ലാം പറയുന്നില്ല. ഫൈനലി പറയുകയാണെങ്കിൽ നമ്മുടെ മൂവി ഇപ്പം നമ്മൾ എന്ത് പൊസിഷനാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതേക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാതെ ഈ ഇത് ചെയ്യുന്നത് ശരിയല്ല. നിങ്ങൾ കുറേ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 2025 നമ്മുടെ മൂവി 2025 ജനുവരി 24 റിലീസ്. ജനുവരി മുതലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ
പത്രസമ്മേളനങ്ങൾ നടത്തി തുടങ്ങി. സിനിമകൾ പരാജയപ്പെടുന്നു, എന്താണ് നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ കഴിയില്ല. അത് ഭയങ്കര വിവാദമൊക്കെ ആയി. സുരേഷ് സാർ അദ്ദേഹത്തെ ഒരുപാട് വിളിച്ചിട്ട് വിളിച്ചു, അവരെന്താണെന്ന് പറയുന്നത് മനസ്സിലാകുന്നില്ല. അപ്പം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ എനിക്ക് പറയാനുണ്ട്. അത് ആരാണ് പറയുന്നത്, അവർ പറഞ്ഞതിനെ കണക്ട് ചെയ്ത് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഭാഗ്യത്തിനോട് ഒത്തിരി മീഡിയ ഒന്നുമില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ വിവാദം അയക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ്. ആരാണ് പറയുന്നത് എന്നുള്ളത് അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം. ഞാൻ എന്ന് പറയുന്നത് ഈ സിനിമയിൽ, നമ്മുടെ ഈ സിനിമ നമുക്കൊരു സിനിമ എടുത്താലോ എന്നുള്ള ഒരു ഐഡിയേഷൻ സ്റ്റേജ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു സ്പാർക്ക് വരുമല്ലോ, നമുക്കൊരു സിനിമ ചെയ്താലോ, അതാണ് ഏറ്റവും ഫസ്റ്റ് തോട്ട്. അതാണ് ഒരു സിനിമ ചെയ്താലോ എന്നുള്ള തോന്നൽ വരുന്നത് മുതൽ പിന്നീട് ഇതിൻ്റെ എല്ലാ പ്രോസസ്സിലും സ്ക്രിപ്റ്റ് ടീം സെറ്റ് ചെയ്തു, സംഭവങ്ങൾ വന്നു, പിന്നെ നമ്മൾ പ്രീ പ്രൊഡക്ഷൻ നടന്നതിന് ശേഷം പ്രൊഡക്ഷൻ നടന്നു, പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നതിന് ഫസ്റ്റ് കോപ്പി ആക്കി സെൻസർ ചെയ്തു, തിയേറ്ററിൽ റിലീസ് ചെയ്തു, നമ്മൾ ലോകമെമ്പാടും എത്തിച്ചു, ജപ്പാനിൽ വരെ റിലീസ് ചെയ്തു, പിന്നീട് അതിനുശേഷം OTT ചെയ്ത് പല OTTകൾ വന്നു, സാറ്റലൈറ്റിൽ വന്നു, എല്ലാം. അത് ഒരു സിനിമയുടെ എൻഡ് ടു എൻഡ് എന്ന് നമ്മൾ പറയുന്നത്, ലിറ്ററലി എൻഡ് ടു എൻഡ് കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കളറിംഗ് ഒഴിച്ച് ബാക്കി എല്ലാ മേഖലയിലും ഏതെങ്കിലും ഒരു രീതിയിൽ ഞാൻ ഇൻവോൾവ് ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പണം ചെലവാക്കുന്നതുകൊണ്ട് ബന്ധപ്പെട്ട് ഓരോ പേയ്മെന്റിന്റെയും OTP എൻ്റെ ഫോണിലേക്കാണ് വന്നിട്ടുള്ളത്. ഞാനാണ് ആ OTP എവിടെയാണ് ഇടേണ്ടത്, എൻ്റെ കൈകൊണ്ടാണ് ഞാൻ പൈസ കൊടുത്തിട്ടുള്ളത്. ഇത് തിരിച്ചു വന്ന ഇൻകം ആണെങ്കിലും കംപ്ലീറ്റ്ലി അതിന് ഇൻവോയ്സ് അടിച്ചത് എല്ലാം ഞാനാണ്. അത് നമ്മളൊരു മേന്മ പറയല്ല, അതൊരു പരിമിതി അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ ആയിട്ടാണ് പറയുന്നത്. ബിക്കോസ് കാപ്പി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു തുടക്ക കമ്പനിയാണ്, നമുക്ക് അത്രയും വലിയ എംപ്ലോയീസ് ഒന്നുമില്ല, നമുക്ക് എംപ്ലോയീസ് ആയി വരുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഒരു ബിഗിനിങ് ആണ്, ഇപ്പോൾ ഒരു ബിഗിനിങ് ആണ്. അപ്പം വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. എന്തായാലും അതൊരു വലിയ ലേണിംഗ് ആണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. സാമ്പത്തികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയണം. പിന്നെ മറ്റേന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സിന് വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് അതൊരു ചേംബറിൽ ഇരുന്നാണ് പറയുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മാത്രമല്ല, ഇതുണ്ട്, എന്താണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഉണ്ട്, പിന്നെ എക്സിക്യൂട്ടീവ്സ് അസോസിയേഷൻ, ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു അപെക്സ് ബോഡിയാണ്. അപ്പോൾ അവരുടെ ഈ കണക്കുകളെല്ലാം ഉണ്ട്. ഈ പലപ്പോഴും അവർ പറയുന്ന ആളുകൾക്ക് മനസ്സിലാകാതെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറെ പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ 100 കോടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവം എന്ന് വിചാരിക്കും. ഈ പറയുന്ന കണക്കുകളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ മൂവി എത്ര രൂപയായെന്ന് വെച്ചാൽ നമുക്ക് പല കണക്ക് പറയാം. നമുക്ക് വേണമെങ്കിൽ 2 കോടി എന്ന് പറയാം, വേണമെങ്കിൽ 3.5 കോടി എന്ന് പറയാം, വേണമെങ്കിൽ 5 കോടി എന്ന് പറയാം. ഇതെല്ലാം നമ്മുടെ മൂവിയെ സംബന്ധിച്ച് വന്ന എക്സ്പെൻസ് ആയിട്ട് പ്രൊഡ്യൂസറുടെ കയ്യിൽ ചിലവായെങ്കിൽ ഇതെല്ലാം കറക്റ്റാണ്. ഈ പല സിനിമകളുടെ കേസിലും പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നുള്ളതാണ് ആൾക്കാർ പെട്ടെന്ന് ഈ സിനിമ എത്രയെന്നുള്ളത് പ്രൊഡക്ഷൻ കോസ്റ്റാണ് ആൾക്കാർ പറയുന്നത്. ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മുടെ പൂജ തൊട്ട് പാക്കപ്പ് വരെയുള്ള നമ്മുടെ ഷൂട്ടിംഗ് സമയത്ത് ചിലവാകുന്ന സംഭവങ്ങൾ മാത്രമാണ് ആക്ച്വൽ സെൻസിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആക്ച്വലി അത് ലോട്ട് ഓഫ് കോസ്റ്റ് ഇൻവോൾവ്. ഞാൻ പറയട്ടെ, നമുക്ക് പ്രീ പ്രൊഡക്ഷനിൽ ചിലവുണ്ട്, ലൊക്കേഷൻ കാണുന്നതിൽ ചിലവുണ്ട്, പിന്നെ അതിന് ശേഷമാണ് ഈ പ്രൊഡക്ഷന് ശേഷമാണ് മറ്റു പല ഇതിലും ഫിക്സ് ചെയ്യുന്ന. അതിനുശേഷം പോസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് കാര്യമായിട്ടുണ്ട്. പിന്നെ ഇതിനെല്ലാം ടാക്സ് അടയ്ക്കണം. പിന്നെ അങ്ങനെ ഒത്തിരി ചിലവുകൾക്ക് ശേഷമാണ് ഈ പറയുന്ന ഫസ്റ്റ് കോപ്പി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകും. അപ്പോൾ ഒരു 1 കോടി രൂപ ആക്ച്വലി കണക്ക് എളുപ്പത്തിലൂടെയാണ്. ഈ 1 കോടി രൂപ മാത്രം പ്രൊഡക്ഷൻ കോസ്റ്റ് ആയ ഒരു മൂവിക്ക് ഫസ്റ്റ് കോപ്പി ആവും ചിലപ്പോൾ 3 കോടി പോലെ ആയിരിക്കും. നമുക്കത് പറയാൻ പറ്റില്ല. ആ ഒരു പോസിബിലിറ്റിയാണ് ഞാൻ പറഞ്ഞത്. 1 കോടി പക്ക, അതായത് സ്ട്രിക്റ്റസ്റ്റ് സെൻസിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് 1 crore ആയി ശ്രമിക്കും. അതായത് പ്രൊഡക്ഷൻ ഇൻ ഡബിൾ കോഡ്സ്, പ്രൊഡക്ഷൻ കോസ്റ്റ് 1 crore ആയ ഒരു സിനിമയ്ക്ക് ഫസ്റ്റ് കോപ്പി 3 crore ആയാൽ അതിൽ അതിശയമൊന്നുമില്ല. കാരണം എന്നാൽ ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മാത്രമല്ല ചിലവ് ഒരുപാടുണ്ട്. GST ഒക്കെ വന്നിട്ട് ഒരുപാട്, നമ്മളൊക്കെ ലക്ഷക്കണക്കിന് രൂപ GST അടച്ചിട്ടുണ്ട്. നമ്മളെല്ലാം അങ്ങനെ ചെയ്തു. ഓക്കെ, അപ്പോൾ അത് 3 times ഒരു പ്ലാനിങ് സ്റ്റേജിലാണ് ലിറ്ററലി അങ്ങനെ 3 times ആലോചിക്കുന്നത്. ഇനി ഈ ഒരു 3 times മൾട്ടിപ്ലിക്കേഷൻ തിരിച്ചും സംഭവിക്കും. ഇങ്ങോട്ട് വരുമ്പോൾ ഈ നമ്മൾ ചിലവാക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം പ്രൊഡ്യൂസറാണ് ചിലവാക്കുന്നത്. എന്ത് പരിപാടി സിനിമ സംബന്ധിച്ചിട്ട് എന്ത് നടന്നാലും പ്രൊഡ്യൂസറാണ് അതിന് ചിലവാക്കുന്നത്. അതിൻ്റെ എന്താണ് ട്രാവൽ കോസ്റ്റ് ആണെങ്കിലും അക്കോമഡേഷൻ കോസ്റ്റ് ആണെങ്കിലും പരിപാടികളാണെങ്കിലും എല്ലാം പ്രൊഡ്യൂസറാണ് ചിലവാക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് കോപ്പി അതിനുശേഷം പടം റിലീസ് ചെയ്യാൻ വേണ്ടിയുള്ള ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസുകൾ, മറ്റു കാര്യങ്ങൾ, അതിൻ്റെ പ്രൊമോഷൻ പരിപാടികൾ എല്ലാം, അവാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ പരിപാടികൾ, അവാർഡിന് വേണ്ടി അയക്കുന്നത് എല്ലാം എൻറ്റയർ എക്സ്പെൻസ് എന്ന് പറഞ്ഞ ലാസ്റ്റ് പ്രൊഡ്യൂസർ. അതാണ് ഇൻകത്തിൻ്റെ കേസ് നേരെ തിരിച്ചാണ്. അതായത് ഇൻകം വന്നു കഴിയുമ്പോൾ നാച്ചുറലാണ്. ഇൻകം വന്നു കഴിയുമ്പോൾ ഇറ്റ് ബിലോങ്സ് ടു ഡിഫറെൻറ്റ് പീപ്പിൾ, മെനി പീപ്പിൾ. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു 100 രൂപയുടെ ഒരു ടിക്കറ്റ് ആണെങ്കിൽ തിയേറ്ററുകാർക്ക് അതിനൊരു ഷെയർ പോകും, പിന്നെ ഗവൺമെൻറ്റിന് ഒരു ഷെയർ പോകും, കാരണം ടാക്സ് അതിൽ ഇൻവോൾവ് ആണ്.
പിന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അതിന് ഷെയർ പോകും, പ്രൊഡ്യൂസർക്ക് അതെന്ന് പറയും. അപ്പം നമ്മൾ ഈ നേരത്തെ 3 times മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം കിട്ടുന്നതിൽ ഒരു 3 times റിഡക്ഷൻ ഇവിടെ വരും. അതായത് ഇപ്പോൾ 100 കോടി കണക്കെടുക്കുകയാണെങ്കിൽ 100 കോടി കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 കോടി കിട്ടിയാൽ ഭാഗ്യം പ്രൊഡ്യൂസർ. അത് ശരിക്കും ആക്ച്വൽ കണക്ക് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ 30 കോടി വരുമില്ല. എന്താണെങ്കിലും ഒരു 30% എടുക്കുന്നതാണ് കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള ഒരു സേഫ് പറ്റും. അത് തിയേറ്റർ കളക്ഷനാണ് പറയുന്നത്, തിയേറ്റർ കളക്ഷനാണ്. അപ്പോൾ അവിടെ 3 times റിഡക്ഷനും ഉണ്ട്, ഇവിടെ നമ്മൾ പറയുന്നത് 3 times മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇൻ എഫക്റ്റ് നിങ്ങൾ 1 കോടി രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് ആയ ഒരു മൂവിക്ക് 3 times ഒരു 9 കോടിയെങ്കിലും തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്താലേ മുടക്ക് പോകുന്നില്ല. ഇതൊരു റിയാലിറ്റിയാണ്. ഇത് പറയുന്നത് ഒരു സിനിമയുടെ എൻഡ് ടു എൻഡ് ചെയ്ത ഒരാളാണ്. എൻ്റെ പോക്കറ്റിൽ നിന്ന് ആയിരക്കണക്കിന് ട്രാൻസാക്ഷൻ നടത്തിയ അത്രയും തന്നെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് ഇങ്ങോട്ട് ഇൻവോയ്സിൽ വഴി പേയ്മെൻറ്റ് വന്ന ആളെന്ന് പറഞ്ഞ് ട്രസ്റ്റ് മീ, ചെറിയ പരിപാടിയല്ല സിനിമ പ്രൊഡക്ഷൻ പറഞ്ഞു. ഈ കോടികൾ കണ്ണ് മഞ്ഞളിക്കുന്നത്. അപ്പോൾ ഈ 9 times എന്ന് പറയുന്നത് എക്സാക്ട്ലി അല്ലേ, കറക്റ്റ് അതെങ്ങനെ 9 times എന്ന് ചോദിക്കരുത്. ഒരു റഫ്ലി പറയാം, ഒരു കൊട്ടത്താപ്പ് കണക്കെന്ന് പറഞ്ഞില്ലേ, കൊട്ടത്താപ്പ് കണക്കാണ് ഈ പറയുന്നത്. അപ്പം എന്തെങ്കിലും ലാഭം വേണ്ടേ, എന്ത് പരിപാടിയും ലാഭം വേണ്ടേ. അപ്പം ഒരു പേഴ്സണായിട്ടുള്ളവർക്ക് ചുരുക്കി പറഞ്ഞ ഒരു 10. ഇപ്പം നമ്മുടെ ആക്ച്വൽ ഷൂട്ടിംഗ് കോസ്റ്റ് എത്രയാണോ ഇത് എല്ലാവരും തലയ്ക്കകത്ത് കയറണം. ഇത് പ്രൊഡ്യൂസർമാരുടെ മാത്രം തലയ്ക്കകത്തിരുന്ന പോലെ. അപ്പം എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്തിനാണെന്ന് പരസ്യപ്പെടുത്തുന്നത്, അത് നിങ്ങൾ വെച്ചിട്ട് അറിയണമെന്ന് വേദന എല്ലാവരും അറിയണം. ഇത് വേദന തന്നെയാണ്, മറ്റൊരു വാക്ക് അവിടെ ഇല്ല. കാരണം ഈ സൃഷ്ടിക്കപ്പെട്ട പൊതുബോധം പലരെയും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇതെന്താ ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് കേൾപ്പിക്കുന്നു, ആർട്ടിസ്റ്റുകളുടെ വേദന കുറയ്ക്കുക. അല്ലെന്നേ, ആരും വേദന കുറയ്ക്കണ്ട, ആരും വേദനവും കുറയ്ക്കണ്ട, ഒന്നും ചെയ്യണ്ട. പക്ഷെ സിനിമ ലാഭകരമാവണ്ടേ, കാരണം നമ്മളെല്ലാവരും ഇതിനു വേണ്ടിയല്ലേ നിൽക്കുന്നത്. അപ്പം ഇതൊരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. ആരും വേദനവും കുറയ്ക്കേണ്ട, ഒന്നും ചെയ്യണ്ട, പക്ഷേ കോസ്റ്റ് കുറയ്ക്കണം. അപ്പോൾ സിനിമയുടെ കോസ്റ്റ് കുറയ്ക്കണമെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ നാച്ചുറലി ആലോചിക്കുന്നത് എന്താണ്, ആർട്ടിസ്റ്റ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ കോസ്റ്റ് എടുത്താൽ അതിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് കമ്പോണൻ്റ് ആണ്. അപ്പം നമ്മൾ പറയാൻ കുറച്ചാൽ സന്തോഷം, കുറച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ വില പിടിക്കുക, എന്ത് ചെയ്യാൻ പറ്റും. നമ്മൾ കൂടുതലും ഗവൺമെന്റിനോടോ പറഞ്ഞത് എന്താണെന്ന്, പക്ഷേ നിങ്ങൾ GST വാങ്ങിക്കൊണ്ട് അതിൻ്റെ പുറത്ത് വീണ്ടും എന്താണ് എന്റർടൈൻമെന്റ് ടാക്സ് പറഞ്ഞ് വാങ്ങുന്നത്, ഒരു മയമൊക്കെ ചെയ്യും, കുറച്ചൊന്നും ഇളവുതാ, ഇതിനൊരു ഇൻഡസ്ട്രിയെ ഒന്ന് സഹായിക്കൂ എന്ന് അങ്ങോട്ട് ചെയ്യുകയാണ്, അങ്ങോട്ട് യാചിക്കുകയാണ് പ്രൊഡ്യൂസർമാർ പറയുന്നത്. അപ്പോൾ ഇത് ഒരുപാട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട പോയിട്ടാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു പോകേണ്ട പോയിട്ടല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ വാഗ്ദാനം തരാം. ആരെങ്കിലും ഒരാൾ ഈ സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രൊഡ്യൂസറായി മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ മതി. തിരക്കുകളുണ്ട്, പക്ഷെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. പ്രോസ് ആൻഡ് കോൺസ് എല്ലാം ആലോചിച്ചിട്ട് നമുക്ക് പാഷനുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇത് വർക്ക് ആവുക, റിലേറ്റബിൾ ആവുക, നമുക്ക് ഒരു എന്താണ് പ്രോഫിറ്റബിൾ ആയില്ലെങ്കിൽ മുതലാളി തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതൊരു ഒരു ഭാഗം മാത്രമാണ്. ഒരു സിനിമയിൽ നിന്ന് കിട്ടുന്ന ഈ സാമ്പത്തിക വിജയം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എലമെന്റ് മാത്രമാണ്. അത് നമുക്കറിയാലോ. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനില്ല, വെരി മൾട്ടിപ്പിൾ ക്യാപ്സ്, ഞാൻ റൈറ്ററാണ്, പ്രൊഡ്യൂസറാണ്, മറ്റു പലതുമാണ്. അപ്പോൾ എല്ലാ മേഖലയിലും ഈ സിനിമ എനിക്ക് അതിഭയങ്കരമായ സന്തോഷവും നേട്ടങ്ങളും മാത്രമേ തന്നിട്ടുള്ളൂ. പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലും സത്യം പറഞ്ഞ നേട്ടങ്ങൾ തന്നിട്ടുള്ളൂ. കാരണം അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് വരില്ല, ഇതിങ്ങനെ ഒരു എന്താണ് ടൈറ്റിൽ റിവീൽ ചെയ്യുന്ന സംഭവം വരില്ല. അപ്പോൾ അത് ടൈറ്റിൽ റിവീൽ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സിനിമ സക്സസ്ഫുൾ ആണെന്നുള്ളതിൻ്റെ പ്രൂഫാണ്. എന്നാലും ഞാൻ ഈ സാമ്പത്തിക വശം പറയാണ്, വളരെ ക്ലിയർ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്ന മൂവിയുടെ മേളിൽ സെലിബ്രേറ്റിംഗ് 1 year ഓഫ് അമ്മ എന്ന് എഴുതേണ്ടി വന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ആവേണ്ടതിന്റെ കാരണം ഈ സിനിമ തിയേറ്ററിൽ സാമ്പത്തികമായിരുന്നില്ല എന്നതുകൊണ്ടാണ്. അത് പറയാൻ ഒരു മണിയില്ല. ഈ പ്രോഗ്രാം ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ തോമസാർ പറഞ്ഞൊരു കാര്യമാണത്. അത് പറയാൻ ഞാൻ എല്ലാ ഈ 200 പേരെ റെപ്രസെന്റ് ചെയ്ത പൊതുവേദി പരസ്യമായി ക്യാമറകൾക്ക് മുന്നിൽ പറയുന്നു, എന്ന് പറയുന്ന മൂവി സാമ്പത്തികമായി വിജയം നേടിയ ഒരു സിനിമയല്ല. ഒരു സിനിമ പരാജയമായിരുന്നു എന്ന് പറയാനുള്ള മടികൊണ്ട് പറയാണ്, സാമ്പത്തികമായി വിജയം നേടിയ ഒരു സിനിമയല്ല. പക്ഷേ കാപ്പി പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനി, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ ഹൗസ്, ഈ വാചകങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അതിനകത്ത് ഓരോ വാക്കിനും പ്രാധാന്യമുണ്ട്. ആ പ്രൊഡക്ഷൻ കമ്പനി ആദ്യ സിനിമയിൽ തന്നെ സാമ്പത്തിക വിജയം കൂടി നേടിയ ഒരു കമ്പനിയെ ആയിപ്പെടണമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഇവരുടെ എല്ലാവരുടെയും മനസ്സറിയാം. ഞാൻ ഇവരെ എല്ലാവരും റെപ്രസെന്റ് ചെയ്ത് ആ ഒരു എന്താണ് പറയുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ പറയാണ്. കാപ്പി പ്രൊഡക്ഷൻസ് എന്ന പ്രൊഡക്ഷൻ കമ്പനി ആദ്യ സിനിമയിൽ തന്നെ സാമ്പത്തിക വിജയം കൂടി
നേടിയ ഒരു പ്രൊഡക്ഷൻ കമ്പനിയായി അറിയപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതിന് കാരണം അതിന് സത്യമില്ല. പക്ഷേ കാപ്പി പ്രൊഡക്ഷൻസ് എന്ന പ്രൊഡക്ഷൻ കമ്പനി ആദ്യ ദിവസം മുതൽ തന്നെ റൈറ്റ് ഫ്രം ദി ഡേ ഓഫ് ഇൻകോർപ്പറേഷൻ സത്യസന്ധമായി മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു കമ്പനിയായി അറിയപ്പെടണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹം മാത്രമല്ല, നിർബന്ധത്തിൽ കൂടിയുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് സത്യമുണ്ട്. വളരെ വളരെ സത്യസന്ധമായി മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ഒരു കമ്പനിയാണ് നമ്മുടേത്. അത് നിങ്ങൾ പലരും ഇവിടെ പറഞ്ഞ എന്താ പറയുന്നത്, ഇവർ പലരും പറഞ്ഞത് ഒരു മുഴുവത്തലോ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ വേണ്ടി പറഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ നിന്ന് വന്ന കാര്യങ്ങളാണ്. അത് എന്തുകൊണ്ട് സാധിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പോളിസി നമ്മൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങേയറ്റം സത്യസന്ധതയോടുകൂടി മാത്രം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത മൂവിയാണെങ്കിൽ അങ്ങനെ തുടരും. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് OTT-യുടെ ഒരു റെസ്പോൺസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സിനിമ വളരെ വിജയമാണ്. കാരണം നമുക്ക് പല സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. സിനിമകളുടെ റെസ്പോൺസിൽ OTT-യിൽ ഞങ്ങൾ 2 മില്യൺ സ്ട്രീമിംഗ് മിനിറ്റ്സ് എത്തി എന്ന് പറഞ്ഞാൽ 2 വീക്സിലൊക്കെ സെലിബ്രേഷൻ വാച്ച് 2 മില്യൺ സ്ട്രീമിംഗ് മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ 2 മില്യൺ സ്ട്രീമിംഗ് മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 1 ഡേ സ്ട്രീമിംഗ് ആണ്. എക്സ്ക്ലൂസീവ്ലി ഇൻ ആമസോണിൽ മാത്രം നമ്മുടെ സ്ട്രീമിംഗ് ആണ് ഈ 2 മില്യൺ. അപ്പോൾ അത് എങ്ങനെ സാധിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്തു. നമുക്ക് തിയേറ്റേഴ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പടം ഏതൊരു സിനിമ നമുക്കറിയാം, ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ബൈ 3rd ഡേ പിക്ക് ചെയ്യണം. ഓർഗാനിക്കലി പിക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സിനിമ നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ പടം 9th ഡേയിലാണ് പിക്ക് ചെയ്തത്. ഞാൻ ഇതിൻ്റെ നമ്മുടെ ഒരു ഡേറ്റ നമ്മൾ അസസ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും ഓപ്പറേറ്റിംഗ് എക്സ്പീരിയൻസ് എല്ലാം വെച്ചിട്ട്. അപ്പോൾ 9th ഡേയിലാണ് പിക്ക് ചെയ്തത്. ഓർഗാനിക്കലി പിക്ക് ചെയ്യുന്നതാണ് പറഞ്ഞത്. നമ്മൾ മാക്സിമം ശ്രമിക്കും, പലരും ശ്രമിക്കും. നിങ്ങളെല്ലാവരും ഇംഗ്ലീഷിലൊക്കെ ഉള്ളതാണ്. പക്ഷേ 9th ഡേ മീൻസ് ഇറ്റ്സ് ടു ലേറ്റ്. 9th സെക്കൻഡ് വീക്കല്ലേ ഒരു പടം സെക്കൻഡ്. ഇതൊരു ഒരു 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 വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന പോലെ നമ്മളൊരു ഈ അഹമ്മദാബാദിലൊക്കെ ഒരു അപകടം ഉണ്ടായിരുന്നു. ആ ഒരു ത്രസ്റ്റ് നമ്മൾ കീപ്പ് ചെയ്തിട്ട് ടേക്ക് ഓഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സച്ച് എ ഹെവി തിങ് ഗോയിങ് അപ്പ്. അപ്പോൾ ആദ്യം തന്നെ ആ ടേക്ക് ഓഫിൽ ആ ഒരു ത്രസ്റ്റ് കീപ്പ് ചെയ്തില്ലെങ്കിൽ അത് ഫെയിലാവും. കുറച്ച് കഴിയുമ്പോൾ വെയിറ്റ് വിൽ പുൾ ഡൗൺ, അത് താഴെ. പിന്നെ എത്ര വലിയ വിമാനമാണ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ 9th ഡേയിലാണ്. അത് 9th ഡേ ബിക്കോസ് ഈ പറഞ്ഞ ആളുകളുടെ നല്ല അഭിപ്രായം വന്നു, ഒത്തിരി കാര്യങ്ങൾ വന്നു. ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു ഇതെല്ലാം പോസ്റ്റ്മോർട്ടം എല്ലാം നടത്തി നമുക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ച് നല്ല ഞാൻ പറഞ്ഞ ഭയങ്കരമായ ഒരു ലേണിംഗ് ഫേസ് ആയിരുന്നു എല്ലാ മേഖലയിലും. മാർക്കറ്റിങ്ങിലാണെങ്കിലും നമുക്ക് എന്തൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ കേസ്, പടത്തിൻ്റെ മേക്കിങ്ങിലാണെങ്കിലും എന്ത് ചെയ്യണം എന്നുള്ളൊരു നല്ലൊരു ബോധ്യം വന്നു. അപ്പോൾ നമ്മൾ അന്ന് ഐഡന്റിഫൈ ചെയ്ത ഒരു കാര്യം, നമ്മുടെ ഈ പേര് തന്നെ നമ്മൾ പല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, പെട്ടെന്ന് തന്നെ ഇതിലേക്ക് കടക്കാം. പക്ഷേ എനിക്ക് പറയാതിരിക്കാനാവില്ല. ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു കാര്യമാണ് ഈ മൂവിക്ക് എന്താണ് പേരിടേണ്ടത് എന്നുള്ളത് ഒരുപാട് ആലോചിച്ചിട്ടാണ് ഫൈനലി ആണ് ഈ പേരിലേക്ക് എത്തിയത്. ഒരുപാട് പേർക്ക് പേര് ഇഷ്ടപ്പെട്ടു, പക്ഷെ ടെക്നിക്കലി സ്പീക്കിംഗ് അത് ഒരുപാട് ചലഞ്ചസ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പേര് വൈകി എന്നുള്ളൊരു പ്രശ്നം വന്നു. അപ്പോൾ അടുത്തൊരു മൂവിയിൽ പേര് വൈകരുത് എന്നെനിക്കുണ്ട്. അപ്പം അടുത്തൊരു മൂവിയിൽ ഞങ്ങൾ പ്രൊഡക്ഷൻ സൈഡിൽ ഇതും കൂടെ പറയാണ്, ഞങ്ങൾ യാതൊരു പേടിയുമില്ലാതെ രണ്ടാമത്തെ മൂവി എടുക്കുന്നു. നമുക്ക് ഫണ്ട് ഞങ്ങളിലുണ്ട്, ഞങ്ങൾക്കത് എവിടെ ചെലവഴിക്കണമെന്നറിയാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നറിയാം എന്ന് വെച്ചിട്ട് എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ മൂവിയാണ്. അതിൻ്റെതായ അൺസർട്ടനിറ്റീസ് ഉണ്ട്. അത് നമ്മൾ വി ഹംബ്ലി അക്സെപ്റ്റ് ദാറ്റ്. ആ ഒരു റിസ്ക് ഫാക്ടേഴ്സ് ഞങ്ങൾക്കറിയാം. അതെല്ലാം വെച്ച് വളരെ വിനീത വിധേയരായിട്ട് ആ ഒരു സാധ്യത മുന്നിൽ കണ്ടു തന്നെയാണ് രണ്ടാമത്തെ മൂവിയിലേക്ക് പറയുന്നത്. എന്നോട് ഒരാൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട, പലരും സംസാരിച്ചു, വേണ്ടപ്പെട്ട ഒരാൾ ഈ മൂവി എടുക്കുമ്പോൾ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷെ അതൊരു ഡിസിഷനായിരുന്നു. അതേക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. അത് നമ്മൾ ഇത്ര വൈകി ശ്രദ്ധിക്കാമെന്ന് ഞാൻ പറയുന്നില്ല. ആക്ച്വലി എന്തെങ്കിലും ഒരിക്കലും മറ്റൊരവസരം കിട്ടി പറയാം. പക്ഷെ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കണം. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞു, PG വീണ്ടും PG ഞാൻ വിളിക്കുന്നു, PG അടുത്ത മൂവി ചെയ്യണം, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് പറ്റുന്നില്ല എന്ന് വെച്ചാൽ അല്ല PGക്ക് അത് ടെൻഷൻ ആവില്ലേ? ഞാൻ ടെൻഷനായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് പറയാനേ ഉള്ളൂ. ഞാൻ കൂടാട്ടല്ലേ നിൽക്കുന്നത്. എന്തെങ്കിലും അതല്ല, ഇനി ഈ പടം വിജയിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ പടവും സാമ്പത്തികമായി വിജയിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്ത് സിമ്പിളാണത്. അല്ല പടം ഇത് കാപ്പി പ്രൊഡക്ഷൻ്റെ കാര്യമാണ് ചെയ്യുന്നത്. അതെ, നിങ്ങൾക്ക് കാപ്പി പ്രൊഡക്ഷൻ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഒരു ക്ലാസ്സൊക്കെ എടുത്തിട്ട് പറഞ്ഞു, വളരെ സിമ്പിളാണ്. ഈ രണ്ടാമത്തെ സിനിമ സാമ്പത്തികമായിട്ട് വിജയിച്ചെന്ന് വിചാരിച്ചു, അപ്പോൾ എന്ത് ചെയ്യും? നാച്ചുറലിയാണ്. രണ്ടാമത്തെ പടം സാമ്പത്തികമായിട്ട് വിജയിച്ചെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ മൂന്നാമത്തെ പടം എടുക്കില്ല. കാരണം അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പടം ഉണ്ടാവും, അടിപൊളിയായി നമ്മൾ ഹാപ്പിയാവും. ഇനി രണ്ടാമത്തെ പടം സാമ്പത്തികമായിട്ട് വിജയിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? 100% ഉറപ്പല്ലേ മൂന്നാമത്തെ പടം എടുക്കും. അതിനകത്ത് എന്താ ആവശ്യമില്ല?
വിജയിച്ചില്ലെങ്കിലല്ലേ കുറച്ചുകൂടി ഉറപ്പുള്ളൂ. വിജയിച്ചെങ്കിലാ ഓക്കെ, വിജയിച്ചല്ലോ, നമുക്കാണെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യുന്നത് തോന്നും. എടോ വിജയിച്ചില്ലെങ്കിൽ അടുത്ത തവണ എടുക്കും. കാപ്പി പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന സംഭവം ഞങ്ങൾ ആ ഒരു ജസ്റ്റ് ഒരു ഇൻസിഡന്റ് പറയാം. അത് പറയാതെ പറ്റില്ല, എനിക്ക് എന്തൊക്കെയാവുന്നു അത് പറയണം, അത് പറയാതിരിക്കാനാവില്ല. ജസ്റ്റ് അത് പെട്ടെന്ന് പറയാം. ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ആ സ്ട്രഗിളിൻ്റെ ഒരു ടോപ്പ് പറയണം. ആ ഒരു സമയം നമ്മുടെ പടം ഏപ്രിൽ 18-നാണ് OTT റിലീസ് ചെയ്തത്. അതിനുശേഷം ഇറ്റ് വാസ് ഗോയിങ് റിയലി ഗുഡ്. OTT പടം റിലീസ് ആയതിനു ശേഷം ഒരിക്കൽ പോലും എൻ്റെ മനസ്സ് ഇടിഞ്ഞിട്ടില്ല. ഭയങ്കര, എനിക്ക് ഫോണൊക്കെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയും അഭിനന്ദനങ്ങളും. പിന്നെ നമ്മുടെ ഒരു പർട്ടിക്കുലർ നമ്മുടെ ഒരു ഷോൺഡ എന്ന് പറയുന്ന ഒരു ഇമോഷണൽ ഫാമിലി ഡ്രാമയാണ്. അത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ആരെ ഉദ്ദേശിച്ചിട്ടാണോ സിനിമ എടുത്ത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ കേട്ട് ഒരു നിറവിൽ തന്നെയാണ് നിൽക്കുന്നത്. ആസ് എ പ്രൊഡ്യൂസർ, ആസ് എ റൈറ്റർ നല്ല രീതിയിൽ തന്നെ. പക്ഷെ അതിന് മുൻപ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു മൊമെന്റ് ഉണ്ട്. ഈ പ്രൊഡ്യൂസറിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ സിനിമയുടെ പല സ്റ്റേജിൽ ആൾക്കാർ വരും. അത് ഇങ്ങനെ ഒരു കേവാണ്. നമ്മൾ ആദ്യം ആരും കാണില്ല, നമ്മൾ പടം കൺസീവ് ചെയ്യുന്നു, കുറച്ച് പേര് കൂടെ കാണും. പിന്നെ പ്രൊഡക്ഷൻ ടൈമിൽ ഒരുപാട് പേര് നമ്മൾ ഒരുമിച്ച് ഫാമിലി ആയിട്ട് മാറും. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനിലൊക്കെ ഓരോരുത്തർ കുറഞ്ഞ് എന്തിൽ വരും. അങ്ങനെ വന്ന് കുറേ കഴിഞ്ഞ് സ്കോപ്പിയായി. പിന്നെ മാർക്കറ്റിംഗ് ആൾക്കാർ എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാനും തോമസ് സാറും മാത്രമായിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എത്താൻ പറ്റില്ല, എന്ത് ചെയ്യണമെന്നൊക്കെ ആലോചിച്ചില്ല. അതും കഴിഞ്ഞിട്ട് അവസാനം പ്രൊഡ്യൂസർ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. മറ്റേ ഈ പടത്തിലെ ഡയലോഗ്, നിങ്ങളെന്തിനാണ് എന്നെ മഴയത്ത് നിർത്തിയിരിക്കുന്ന ചോദിച്ചാൽ, മഴ നനയും, പ്രൊഡ്യൂസറാണോ മഴ നനഞ്ഞിരിക്കും. അപ്പോൾ ആ മഴയത്ത് നമ്മൾ മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഞാനൊക്കെ മഴ എന്നൊക്കെ വെച്ചാൽ മോനെ ആവശ്യത്തിലധികം നനഞ്ഞു. പക്ഷേ ഐ വാസ് എൻജോയിങ് ഇറ്റ്. എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറച്ചുകൂടെയൊക്കെ പെയ്യുടെ എന്നുള്ളൊരു മൂഡായി മഴ കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് മാത്രം പറയാം. നമ്മൾക്ക് കുറേ സ്ട്രഗിൾസ് വന്നു. തിയേറ്റർ ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ വളരെ ലേറ്റായി, അങ്ങനെയൊക്കെ വന്നിട്ട്. അപ്പോൾ എൻ്റെ പ്രതീക്ഷ എന്ന് വെച്ചാൽ തമിഴ് ലീസിൽ കുറച്ച് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാമെന്നായിരുന്നു. ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ സൈഡ് കുറച്ചത് ഉറപ്പ് വരുന്നു. ഞാൻ അതിനുവേണ്ടി എല്ലാം പ്ലാൻ ചെയ്തു. കുറേ കാര്യങ്ങളുണ്ട്. ഒരു സിനിമയുടെ ക്ലൈമാക്സ് പെട്ടെന്ന് കാണിച്ചാൽ നമുക്കത് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ആ മൂവി അതിലോട്ട് കൊണ്ടുവന്ന് പെട്ടെന്ന് ക്ലൈമാക്സ് വന്നെങ്കിലായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ഇപ്പോൾ ആദ്യം തന്നെ ക്ലൈമാക്സ് പറയുന്നു. ഏപ്രിൽ മാസത്തിൽ നമ്മൾ ഈ പടം തമിഴിൽ റിലീസ് ചെയ്യുന്നുള്ള അവസ്ഥ വന്നു. തമിഴിൽ റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ പോയി. തോമസ് സാർ ഒന്നിട്ടാണ് വന്നു. ഞാൻ ദേവദർശിനി. അപ്പോൾ തമിഴ് നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം പ്രസാദ് സ്റ്റുഡിയോയിലായിരുന്നു അതിന് പ്രിവ്യൂ വെച്ച്. ഭയങ്കര റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. തമിഴ് നന്നായിട്ട് ഡബിങ്ങൊക്കെ നന്നായിട്ട് വന്നു. അപ്പോൾ എനിക്ക് തമിഴ് തിയേറ്റേഴ്സ് ചാർട്ട് ചെയ്തു. അവിടുത്തെ നല്ല ഡിസ്ട്രിബ്യൂട്ടറെ കിട്ടി. അടിപൊളിയായിട്ട് അവിടെ പോയി നിന്ന് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ നമുക്കൊരു അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യം അവിടെ തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാകും എന്ന ഉറപ്പ് കിട്ടി. തോമസ് സാറിന് വരാൻ പറഞ്ഞ സാറും വന്നു. അപ്പോൾ നമ്മുടെ പടം റിലീസ് ചെയ്യാൻ വേണ്ടി എല്ലാം. അപ്പം ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിരുന്നു. ആക്ച്വലി തമിഴ് പടം മലയാളത്തിനൊപ്പം തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യണമായിരുന്നു. പക്ഷെ ഞങ്ങൾ അത് തമിഴ് വേഷം വരുന്നതുകൊണ്ട് അവിടെ റിലീസ് ചെയ്തില്ല. നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ചു. ഒന്ന് പിടിച്ചു വെച്ചിട്ട് കറക്റ്റ് ആ സമയമായി കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ജമ്പിയാണ് ക്ലൈമാക്സിലേക്ക്. അപ്പോൾ അന്ന് ആ തലേ ദിവസം ഈ പ്രസാദ് സ്റ്റുഡിയോയിൽ ഇതെല്ലാം ഭയങ്കര വെച്ചായിരുന്നു. അപ്പോൾ തമിഴിൽ എന്തായാലും നമുക്കൊരു ഒരാഴ്ച തിയേറ്റേഴ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുള്ള ഉറപ്പ് കിട്ടി. നമുക്കറിയാമല്ലോ, നമുക്ക് പാറ്റേൺ പോകുന്ന കാണുമ്പോൾ. അപ്പോൾ ഒരാഴ്ച ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി തമിഴ്നാട്ടിൽ ഞങ്ങളോട് കിടക്കുന്നില്ല. ഇൻഡസ്ട്രി കമ്പയർഡ് ടു മലയാളം ഇൻഡസ്ട്രി വളരെ വലിയ ഇൻഡസ്ട്രിയാണ്. നമുക്ക് തമിഴ്നാട്ടിൽ ഒരാഴ്ച ഓടിയാൽ തന്നെ അത്യാവശ്യം പിടിച്ച് നിൽക്കാനുള്ള കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഞാൻ ആ ഒരു കോൺഫിഡൻസിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അന്ന് രാവിലെ നമ്മുടെ ജാഫർ ഇടുക്കിയുടെ ഇത് ചെയ്ത ഒരാളുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, അമ്പലത്തിൽ പോകാൻ ഞാൻ കൊണ്ടുവിടാൻ. അപ്പം അമ്പത്തൂർ എന്ന് പറഞ്ഞിട്ട് സിനിമയിലുള്ള അമ്പത്തൂർ സിനിമ, അമ്പത്തൂർ അമ്പലത്തിൽ പോയി. അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ട്, കാരണം അത്ര ഭയങ്കര റെസ്പോൺസാണ് തലേ ദിവസം. അപ്പോൾ ഞാൻ അങ്ങനെ ഹാപ്പി ആയിട്ട് ഇപ്പോൾ ഹോട്ടലിലാണ് ചെന്നൈയിൽ. ഞാൻ ഒരാഴ്ചയോടെ നിൽക്കുകയാണ് പല കാര്യങ്ങളും വന്നിട്ട്. ദിവസം അവർ വന്നിട്ട് അന്ന് പടം റിലീസ് ചെയ്യണം. അപ്പോൾ മലയാളത്തിലെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എന്നിട്ട് അതിനുശേഷം ഈ അമ്പലത്തിലൊക്കെ പോയിട്ട് വളരെ ഹാപ്പി ആയിട്ട് 11 മണിക്കാണ് ആദ്യത്തെ ഷോ. തിയേറ്റേഴ്സ് എല്ലാം ചാർട്ട് ചെയ്ത് എല്ലാം പക്കയായിട്ട് അവിടെ വന്ന് ആക്കുമ്പോൾ മൊത്തം ശ്മശാന മോഹല. അവിടെ നമ്മൾ പുള്ളിയത് ഒരു പ്രശ്നം എന്താണ് എൻ്റെ തുടരെ ചോദിക്കുമ്പോൾ ആ പ്രശ്നം നിൽക്കുന്നില്ല, എന്താണ് ഈ പ്രശ്നം എന്നുള്ളത് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സാർ പ്രശ്നമുണ്ട്, നമ്മുടെ വിജയ് അദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ പേര് പറഞ്ഞു, സച്ചിൻ. അപ്പോൾ വിജയ് പൊളിറ്റിക്സിൽ വരുവാണ്. അപ്പോൾ പുള്ളിക്കാരനെ സച്ചിൻ മറക്കുന്നു. എപ്പോഴും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവർ നേരത്തെ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ നേരത്തെ അനൗൺസ് ഒന്നും ചെയ്തിട്ടില്ല. ആ വെള്ളിയാഴ്ച അവർ പെട്ടെന്ന് അത് ഇത് ചെയ്തിട്ട് അവർ റിലീസ് ചെയ്യും, ഡിമാസ്റ്റർ റിലീസ് ചെയ്യും. അപ്പോൾ വിജയ്, അവരെ സംബന്ധിച്ചുള്ള വിജയ് ഒരു
എന്താണ് നോട്ട് ജസ്റ്റ് ആൻ ആക്ടർ, ഒരു ഫ്യൂച്ചർ CM എന്നുള്ള നിലയ്ക്കാണ് പുള്ളി അവിടെ പ്രൊജക്ട് ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് ഭയങ്കര പൊളിറ്റിക്കൽ സമയമാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ആ വെള്ളിയാഴ്ച കംപ്ലീറ്റ് തിയേറ്റേഴ്സ് ഇത് വാങ്ങിച്ചിട്ട് ഒരാഴ്ച ഇവർ ആ തിയേറ്റർ വാങ്ങിച്ചിട്ട് ആ പടം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവരുടെ ഈ ഇതിൻ്റെ സിനിമാ പ്രവർത്തകരെല്ലാം പോയിട്ട് ഇവരുടെ ഒരു ഷോ സ്ട്രെങ്ത് പോലെ, ഇവരുടെ ഒരു ശക്തി പ്രകടനം പോലെ അതിനകത്ത് പോകും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എൻ്റെ ഷോ ക്യാൻസൽ, അമ്മ മൂവി 0. ഞാൻ ചോദിച്ചു, പക്ഷേ നിങ്ങളുടെ ഒരു മനുഷ്യപ്പറ്റ് വേണ്ടേ നിങ്ങൾ? ഓക്കെ, ഒന്നാമത്തെ ലാംഗ്വേജില്ല, ഇമോഷണൽ ഭയങ്കര ടോട്ടലി ഡിപ്രസ്ഡ് ആയി ചോദിച്ചു, പക്ഷേ ഒരു മനുഷ്യപ്പറ്റ് വേണ്ടേ? അവർ പറഞ്ഞു, സാർ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവർ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ തിയേറ്റർ കത്തും, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, തിയേറ്റർ കത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഞാൻ അതൊന്നും പറയുന്നില്ല, ഒരുപാടുണ്ട്, അതൊക്കെ ഒരു സിനിമ പോലെയാണ്. അത് എന്താണെങ്കിലും ഒരു മൊമെന്റിൽ വെച്ച് എനിക്ക് തോമസ് സാറിന് മനസ്സിലായി തമിഴ് പടം റിലീസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. തോമസ് സാറ് വിഷമിച്ചു, എല്ലാവരും വിളിച്ചു. ഞാൻ പിന്നെ തോമസ് സാറിന് ടിക്കറ്റ് ഉണ്ട്, തോമസ് സാർ തിരിച്ചു പോയി. പിന്നെ ഞാൻ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ തന്നെ ഉള്ളൂ റൂമിൽ എത്തിച്ചെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ അകത്തൊരു നിങ്ങൾക്ക് അറിഞ്ഞൂടാ, നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ എന്തുമാത്രം മനസ്സിലാവും പറഞ്ഞൂടാ. നമ്മളൊരു പടത്തിൻ്റെ ഒരു ഫസ്റ്റ് സീസണ് അയ്യോ എൻ്റെ അമ്മ മരിച്ചെന്ന് പറഞ്ഞ് ഇവൻ എന്ത് കോടതി ചെയ്യും. പക്ഷേ ഒരാളും അയാളുടെ അമ്മയും തമ്മിലുള്ള ബന്ധം നമ്മൾ പല സീരിയലുകളിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ സീരിയലുകൾക്ക് ശേഷം അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ പറ്റാതെ വെറുതെ ഒന്ന് നോക്കിയാൽ മതി, നമ്മൾ കരഞ്ഞു പോകും. കാരണം അപ്പോൾ നമുക്കറിയാം, നമ്മൾ പോയി നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് ബിൽഡ് ചെയ്തിട്ട് പറഞ്ഞാലേ മനസ്സിലാവും. പക്ഷേ മേ ബി ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പം ഞാൻ അവിടെ ഒന്നും ചെയ്യാനില്ല, എനിക്ക് പിറ്റേ ദിവസം എന്ത് ആകെ വട്ടായിട്ടിരിക്കും. ഞാനപ്പോൾ നോക്കുമ്പോൾ ഞാൻ പേനയും പേപ്പറുണ്ട്, ഞാൻ ചുമ്മാ എടുത്തിട്ട് മനസ്സിൽ വരുന്ന എന്തെങ്കിലും എഴുതാമെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ എഴുതി. ആൻഡ് എനിക്ക് ഓർമ്മയുണ്ട്, ഐ എം നോട്ട് ടയർഡ് ഓഫ് ഫൈറ്റിംഗ് ബട്ട് ഐ എം ബോർഡ് ഓഫ് ഫൈറ്റിംഗ്. അപ്പോൾ ഇംഗ്ലീഷൊന്നും നമ്മളങ്ങനെ യൂഷ്വലി എന്തെങ്കിലും വരുമ്പോൾ യൂഷ്വൽ മലയാളമാണ് വരുന്നത്. അപ്പോൾ ഞാൻ വിളിച്ച് എന്താ പിന്നെ ഞാനിങ്ങനെ ചോദിക്കുന്നു, ഐ എം നോട്ട് ടയർഡ് ഫൈറ്റിംഗ് ബോർഡ് ഓഫ് ഫൈറ്റിംഗ്. ഞാനിങ്ങനെ ആലോചിച്ചു, പിന്നീട് ഇതിങ്ങനെ പേപ്പർ എടുത്ത് ഇങ്ങനെ ആക്കിയിട്ട് എന്താണ് നോക്കിക്കൊള്ളാതെ ഞാൻ തന്നെ വായിച്ചു നോക്കി എന്താണ് ഇതിൻ്റെ അർത്ഥം വളരെ എവിടെയാണ്. ഞാൻ തളർന്നിട്ടില്ല, ഞാൻ അങ്ങനെ തളരില്ല, തളരുന്ന ആളല്ല, ഒരു ആത്മവിശ്വാസത്തിന് വേണം. ബോർഡ് ഫൈറ്റിംഗ് പക്ഷെ മടുത്തു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണ്. പിന്നെ ലോൺ ഫൈറ്റർ റൈറ്റ് ഫ്രം മൈ ചൈൽഡ്ഹുഡ്, അതൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് ഒരു പക്ഷേ പഴയവരുടെ എത്രയാളെ മടുത്തു എന്നുള്ളൊരു നിരാശയാണ് അവിടെ എന്നുള്ള മനസ്സിലായി. പക്ഷെ ഞാൻ കുറച്ചും കൂടെ ആലോചിച്ചു എന്താണ് ഈ എഴുത്തിൻ്റെ അർത്ഥം, എന്തിനാണ് ഇതിങ്ങനെ എഴുതി വെക്കേണ്ട കാര്യമില്ല. കാരണം പിന്നെ ഇൻഷൂർ അവർ ഒന്നും പേരൊക്കെ അവരൊക്കെ ഇടയ്ക്ക് റൂമിൽ വരും. അപ്പോൾ അവർ വരുമ്പം അവരോട് പറഞ്ഞാൽ പോലെ എന്തിനാണ് ഇംഗ്ലീഷിലൊക്കെ ജാടൊക്കെ കേൾക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ എനിക്കൊരു ദൈവാനുഗ്രഹം എന്ന് പറയുന്ന ഒരു ചില സമയത്തുള്ളൊരു സ്വഭാവമുണ്ട്, നമ്മളെ തന്നെ മാറി നിന്ന് കാണാൻ പറ്റും. എനിക്ക് കാണാൻ പറ്റും, എനിക്ക് ചിലത് ദേഷ്യം വരുന്നെങ്കിൽ ഒന്ന് മാറിയത് എനിക്ക് കാണാൻ പറ്റും. എൻ്റെ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ദേഷ്യം ഉരുണ്ട ഒരു മനുഷ്യനായിട്ട് എന്നെ കീഴ്പ്പെടുന്നു. അപ്പോൾ എനിക്കിടെ അടങ്ങുന്ന എന്നെ തന്നെ എനിക്ക് ആശ്വസിപ്പിക്കാൻ പറ്റും. എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി നിന്ന് ഞാൻ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്തത് എന്ന് ഞാൻ അസസ് ചെയ്തു. അപ്പോൾ ഈ നോട്ട് പഠിച്ചിട്ട് നോക്കുമ്പോൾ അപ്പോൾ ഞാൻ എന്തിനായിരിക്കും ഇവൻ, അതായത് ഈ കവിപ്രസാദ് എന്തിനായിരിക്കും ഇപ്പം ഇങ്ങനെ ഇംഗ്ലീഷിൽ എഴുതിയത് നാച്ചുറലി മലയാളം അറിയാത്ത ആർക്കോ വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതേണ്ടത്. അപ്പോൾ ഈ തമിഴന്മാർക്കാർക്കാണ് തമിഴ് വരെയൊക്കെ എഴുതാൻ അറിയില്ല, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇംഗ്ലീഷ്. അപ്പോൾ അത് ആർക്കാണ് അപ്പോൾ എഴുതി ഇവിടെ അല്ലേ വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ വരാൻ പോകുന്ന ഈ സെൽവൻ, അവിടെ വേറെ സെൽവനുണ്ട്, ഞാൻ സെൽവൻ കുറച്ചൊക്കെ വരും, സെൽവന് വേണ്ടിയിട്ടാണ് അല്ല ആർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ എന്താണ് ഇങ്ങനെ എഴുതാൻ എന്ത് തോന്നി എനിക്ക് ആലോചിച്ചു. അപ്പം ഇങ്ങനെ ആലോചിച്ചു, ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെൽവനോട് പറഞ്ഞപ്പോഴേ അതെ ഞാൻ മടുത്തത്, എനിക്ക് വയ്യാന്ന് അവരുടെ പറഞ്ഞപ്പോഴേ, അപ്പോൾ പിന്നെ എന്തിനാണ് അത് എഴുതിയത് എന്ന് ആലോചിച്ചു. അപ്പം എനിക്ക് എഴുതി നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴാണ്, അതാണ് കമ്മ്യൂണിക്കേഷനാണ് പറയണം. പക്ഷെ അപ്പം ഞാൻ ചെയ്യണം, എനിക്ക് പറയാൻ പറ്റാത്തത് ഒരാൾ അറിയണം. അപ്പം ഞാൻ അയാളെന്ന് പറഞ്ഞാൽ കയ്യിൽ ഇപ്പം ഞാനിവിടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പം ഞാനിവിടെ വേണം, ആരോ ഒരാൾ ഇത് വായിച്ച് മനസ്സിലാക്കണം ഇതാണ് സംഭവം. അപ്പം തന്നെ ഡുമ്മൊരു പിരിച്ച് പഠിച്ചു, ലുക്സ് ലൈക്ക് എ ബ്ലഡി സൂയിസൈഡ് ടോൺ. ഞാൻ അപ്പം തന്നെ കടിച്ചു പറിച്ചു, ഇറ്റ് വാസ് എ സൂയിസൈഡ് ടോൺ. കടിച്ചു പറിച്ചു. യൂഷ്വലി നമ്മളൊരു ഇത് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ പേപ്പർ ചുരുട്ടി എറി അല്ലെങ്കിൽ കീറി. എനിക്ക് വിഷ്വലൊക്കെ അടിപൊളിയായിട്ട് എപ്പോഴും കിടപ്പുണ്ട്. ഞാൻ ജന്മത്ത് ഒരിക്കലും ചെയ്യുന്ന വിചാരിച്ചല്ല, ഞാൻ കടിച്ചു പറിച്ചു. എന്തോ ഒരു തോട്ട് വന്നാണ് ഞാൻ കടിച്ചു പറിച്ചു. നിങ്ങൾക്കത് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതാ ഞാൻ പറഞ്ഞു. ആ സീൻ ബിൽഡ് ചെയ്തിട്ട് അത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞാൻ പോലും, ആ പോലും എന്നുള്ളത് എന്താ ബോൾഡ് ക്യാപിറ്റൽസ് അണ്ടർലൈൻഡ് പറയണം. കാരണം ഞാനെന്താ ഒരു ചളിപ്പും ഇല്ലാതെ പറയണം, ഇത്രയും ധീരനായ നമ്മളെ കുറിച്ച് പറയുന്ന ഒരു ചളിപ്പില്ലല്ലോ, ഒരു ചളിപ്പും ഇല്ലാതെ പറയാണ് സച്ച് എ ബോൾഡ് പേഴ്സൺ. ഇത്രയും ധീരനായ ഒരു മനുഷ്യൻ പോലും അങ്ങനെ എഴുതണമെങ്കിൽ ഏത് ലെവലിൽ എത്തിക്കാണെങ്കിൽ ആലോചിച്ചു. അപ്പോൾ ഞാൻ കടിച്ച് തുപ്പി അവിടെ. എന്നിട്ട് ഞാൻ പറഞ്ഞു പൊന്നു മോനെ വെറുതെ ആണ്. ഞാൻ പറഞ്ഞു നീ ചുമ്മാ തന്നെ ടയർഡോ എന്ത് ടയർഡോ ചുമ്മാ
കാരണം അത് നടക്കുന്ന കേസല്ല, നിന്റെ ആഗ്രഹം നടക്കില്ല, തുപ്പിക്കളാന്ന് വെച്ചിട്ട് അത് തുപ്പിക്കളഞ്ഞു. എന്നിട്ട് പിന്നെ അതുകൊണ്ടായിട്ടില്ല, കാരണം അത് ജസ്റ്റ് ട്രിഗറാണ്, അപ്പോൾ മാറിപ്പോയി. പക്ഷേ എന്താ ഇതിൻ്റെ ഇത്തരം പ്രശ്നം വെച്ചാൽ ആ ഒരു റൂട്ട് കോസ് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ ഇറ്റ് വിൽ റീട്രിഗർ, അത് പിന്നെ റീട്രിഗർ ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ മാറി നിന്ന് ആരെങ്കിലും ഒരാൾ വേണം ആ സമയത്ത്. ഇപ്പം ആരും ഇല്ലല്ലോ, ഞാൻ തന്നെയല്ലേ. എന്തോ ഭാഗ്യത്തിന് എനിക്കതിന് സ്വന്തം വ്യക്തിത്വം പോലെ എനിക്ക് മാറി നിന്ന് ഇവരോട് പറയാൻ പറ്റിയെന്ന് ഞാൻ ഇഷ്ടം. അല്ലെങ്കിൽ ഇങ്ങനെ പരിപാടി ഉണ്ടാവില്ല, നിങ്ങളൊന്നും കേൾക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്തുകൂടെ കാണിക്കുന്നത്, എന്താണ് നീ ആരാന്നുള്ളത് മനസ്സിലാക്കാത്തത് എന്നുള്ള രീതിയിലാക്കിയിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് നമ്മുടെ തന്നെ ബ്രെയിനിനെ ചീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ബ്രെയിനിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യം തീരുമാനിച്ചാൽ അത് അവിടെ കിടക്കും. അപ്പോൾ നമുക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയാനും പറ്റില്ല. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ സിമുലേറ്റ് ചെയ്ത് നമുക്ക് കൃത്രിമമായിട്ട് ബ്രെയിനെ തോന്നിപ്പിക്കാൻ പറ്റും ഇവൻ എന്തോ ചെയ്തു. അപ്പോൾ അനോദ്യമോ അത്ര ലെവലിൽ പോയില്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് പീഡിപ്പിച്ചാൽ മതി. നമ്മളെ ഒന്ന് മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ട് ഓക്കെ ശരി അത്രയെങ്കിലും ആയല്ലോ എന്നെന്തെങ്കിലും ബ്രെയിന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ തുടങ്ങി പോയിക്കോളൂ. അപ്പം ഞാൻ ബെസ്റ്റ് പരിപാടി മുട്ട അടിക്കാൻ തീരുമാനിച്ചു. ഞാൻ മുട്ട അടിച്ച് മൂർത്തം ഇതായിട്ട് ഒരു പരാജയനെ പോലെ ചെന്നൈയിലൂടെ നടക്കണം. അപ്പോൾ അത് എനിക്കൊരു ആശ്വാസമായിരുന്നു. ഇപ്പം ഞാൻ എന്നെ ഒരു എംബസർ പോലെ നമുക്ക് സ്ഥിരം ചെയ്യുന്നൊരു ഫ്രണ്ടുണ്ട്. ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ മുട്ട അടിക്കുക, എന്തോ ഭാഗ്യത്തിലാണ് വിളിക്കുന്നത്, എടാ ഞാൻ മുട്ട അടിക്കാൻ പോകും, എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു. ചുമ്മാ തമാശ, ആരുടെയെങ്കിലുമൊക്കെ സംസാരിക്കണമല്ലോ. വിളിച്ചവൻ മുട്ട അടിക്കുക. അവൻ പറഞ്ഞ് അവനും കവി എന്ന് പറയുന്നത്, കവി ആദ്യത്തെ ഒരാഴ്ച അടിപൊളിയായിരിക്കും, 3 മാസം കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, അതിനിടയ്ക്ക് വേറെ അലമ്പായിരിക്കും. അപ്പോഴും അരച്ചോണ്ട് അപ്പം ഞാൻ അരച്ചു ആ ഇടക്കാലം എങ്ങനെ ഹാൻഡിൽ ചെയ്യും, മുട്ട അടിച്ച് മുടി വളർന്ന് കുറ്റിയായിട്ട്. അന്നേരം ഞാൻ ഈ സിനിമയെ കുറിച്ച് ആലോചിച്ചു എന്തുമാത്രം ഞാൻ ഈ സിനിമയെ സ്നേഹിച്ചു. സി ഇറ്റ് ഈസ് മൈ ബ്രെയിൻ ചൈൽഡ്. ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ഉണ്ട്, തോമസാറിന്റെ ക്യാപ്റ്റനുണ്ട്, എല്ലാവരും ഉണ്ട്. ബട്ട് ഇറ്റ് വാസ് മൈ ബ്രെയിൻ ചൈൽഡ്. ബ്രെയിൻ ചൈൽഡ് എന്ന് പറഞ്ഞാൽ കുട്ടിയാണ്, നമ്മുടെ സ്വന്തം മോളാണ്. നമ്മൾ എന്തുമാത്രം സ്നേഹത്തോടെ ആയിരിക്കും നമ്മളതിനെ കെയർ ചെയ്യുന്ന, അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ആലോചിച്ചു. അപ്പോഴും ഞാനതിന് എനിക്ക് പറ്റുന്നതിനെ കുറിച്ചല്ല, സിനിമയെ കുറിച്ച് ഞാൻ ഇൻ 2 weeks ഇത് OTT വരും. അപ്പോൾ ഇത് എനിക്കറിയാം OTT സ്വീകരിക്കപ്പെടും എന്നുള്ളത് നമുക്കറിയാം. അപ്പം അന്നേരം എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ എന്തെങ്കിലും വന്നാൽ റൈറ്റർ എന്നുള്ള നിലയിലോ പ്രൊഡ്യൂസർ നിലയ്ക്ക് വരുന്നത് ഞാൻ ഈ മുട്ടത്തിലേക്കായിട്ട് അത് കുറ്റിമുടി മുട്ട ഓക്കെയാണ്, പക്ഷെ കുറ്റിമുടി അത് വേണ്ട, അത് സിനിമയെ ബാധിക്കും, അതുകൊണ്ട് അത് വേണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു മീശയും താടിയും എടുക്കാമെന്ന് ചോദിച്ചു. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു നോ, ഫോർ മെൻ എസ്പെഷ്യലി ഫോർ സൗത്ത് ഇന്ത്യൻ ഈ മീശയും താടി ഇംഗ്ലീഷ് താടി ഉള്ളവർക്ക്, ഇല്ലാത്തവർക്ക് മോശമല്ല, പക്ഷെ ഉള്ളവർക്ക് അതൊരു ഭയങ്കര ഒരു പ്രൈഡും ഒരു ഐഡന്റിറ്റിയും അതൊരു ഭയങ്കര സംഭവമാണ്. അത് പോകുന്നത് നമുക്ക് പറ്റൂല, അതൊരു നമ്മുടെ ഒരു ആത്മാഭിമാനത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ വരും ഓക്കെ അത് ബലി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ പോയിട്ട് എന്ത് മേടിച്ചത് കംപ്ലീറ്റ് കളഞ്ഞു, എല്ലാം കൊടുക്കും, അറിയാവുന്ന തമിഴ് മലയാളം ഇംഗ്ലീഷ് ഒക്കെ കൂടെ മിക്സ് ചെയ്ത് പറഞ്ഞു. പുള്ളി എന്നോട് എന്തൊക്കെയാ ചോദിച്ചു, ഞാൻ എല്ലാം ഓക്കെ പറഞ്ഞു, കണ്ണടച്ചിരുന്നു. എന്നിട്ട് പുള്ളി എല്ലാം എടുത്ത് കംപ്ലീറ്റ് എടുത്തു, പുരികം മാത്രം വിട്ടു കളഞ്ഞു. പുരികം എടുത്താൽ പോലെ ഞാൻ ഓക്കെ ആയിരുന്നു, തല മാത്രം വിട്ടു ബാക്കി എന്തിലായിരുന്നു. എന്നിട്ട് പുള്ളി ഫുള്ള് പഠിച്ച് മുട്ടായി. എന്നിട്ട് ഞാൻ കണ്ണ് തുറന്നപ്പം വൃത്തികേടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട അടിച്ച ഇതിൽ പേരായിരുന്നു, അതുപോലെ മഹാമതി. ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി. ആശ്വാസം. ഐ എം നോട്ട് ടയർഡ് ഓഫ് ഫൈറ്റിംഗ്, ഐ എം ബോർഡ് ഓഫ് ഫൈറ്റിംഗ് എന്ന് എഴുതിയ മനുഷ്യനാണ്. ആൻഡ് ദാറ്റ് ഹാഡ് ലോട്ട് ഓഫ് ഫീൽ മീനിങ്സ്. അത് എഴുതിയ മനുഷ്യൻ താടിമുടിയൊക്കെ പഠിച്ച് സെറ്റപ്പൊക്കെ ഹാപ്പിയായിട്ട് ഞാൻ ഈ ഭയങ്കര നെഞ്ച് വീഴ്ച ചെവിയോടെ അടിപൊളി. അന്ന് തന്നെ ഈവനിങ് ദേവദർശിനി മാഡത്തിന് അവരുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു, അത് കൊടുത്തു. അവിടെ ചെന്ന് ചോദിച്ചു ഡൈവേർട്ട് മൈ മൈൻഡ് സംഭവം. ദിസ് വാസ് ഓൺലി. അപ്പോൾ അന്നേരം അവരെന്നെ കൈപിടിച്ചിരുന്നു, 5 മിനിറ്റ് കൈപിടിച്ചിരുന്നു. കവി എന്ന് പറഞ്ഞു ഞാൻ ഓക്കെ, അങ്ങനെയൊന്നും പറയുന്ന കാര്യമില്ല. പക്ഷേ എൻ്റെ നിമിഷം എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു ഇമോഷണൽ മൊമെൻ്റായിരുന്നു. ഷീസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മീ. പറയാൻ പറ്റത്തില്ല, ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതെല്ലാം പോട്ടെ. അപ്പോൾ ഈ അനുഭവങ്ങളുടെ തീച്ചുളയിൽ നിന്നിട്ട് കാപ്പി പ്രൊഡക്ഷൻസിൻ്റെ ഒരുപാട് പേർക്ക് ഇത്ര അനുഭവങ്ങൾ പറയാനുണ്ടാവും. ഒത്തിരി അനുഭവങ്ങളുടെ തീച്ചുളയിൽ നിന്നിട്ട് ഭയങ്കര സ്ട്രോങ് ടീമാണ് കാപ്പി പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനി. ഞാൻ എണ്ണി പറയാൻ പറ്റും, ഇപ്പോൾ നിലവിലുള്ള മലയാള സിനിമയിലെ വളരെ എന്താ പറയുക ലൈനിലായിട്ടുള്ള വർഷങ്ങളായിട്ട് സിനിമ എടുത്തിട്ടുള്ള ഒരുപാട് സീനിയർ ആയിട്ടുള്ള മുൻപേ നടന്നിട്ടുള്ള ലെജൻഡ്സ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിന് പോലും ഇല്ലാത്ത പല എക്സ്പീരിയൻസ് നമുക്കുണ്ട്. നാച്ചുറലി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ എടുത്തുകൊണ്ടും ഫുൾ പ്രോസസ് കിടക്കും. കാരണം പ്രൊഡ്യൂസേഴ്സ് ആകുമ്പോൾ പലപ്പോഴും പല ആളുകളെ വെച്ചിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ ഒരു സാഹചര്യങ്ങൾ നമുക്ക് ചെയ്യിക്കേണ്ടി വന്നില്ല, നമുക്ക് നേരിട്ട് ചെയ്യേണ്ടി വന്നു. ആ ഒരു ഗതികേട് കൊണ്ടും ആ ഒരു സിറ്റുവേഷൻ കൊണ്ടും ഒരുപാട് എക്സ്പീരിയൻസ് നമ്മൾ ഗെയിൻ ചെയ്തിട്ടുണ്ട്. മോർ ദാൻ ദാറ്റ് ഒരുപാട് പേര് എൻ്റെ പിന്നിലുണ്ട്. 200 പേര് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഈ പറഞ്ഞ ഒരാളെ എന്നോട് ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് ഒരു റൈറ്റർ ക്യാപ്പാണോ അതോ പ്രൊഡ്യൂസർ ക്യാപ്പാണോ ഏറ്റവും കൂടുതൽ നിങ്ങളെ സന്തോഷിപ്പിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് രണ്ടുമല്ല, ഇത് രണ്ടും സന്തോഷിപ്പിക്കുന്നുണ്ട്, പക്ഷേ ഇത് രണ്ടും അല്ലാത്ത മൂന്നാമതൊരു ക്യാപ്പുണ്ട്.
അത് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അത് ഈ സിനിമ ചെയ്തപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഓർക്കുക. അതൊരു കറക്റ്റായിട്ട് ഒരു വാക്കൊന്നുമില്ല, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു സുഹൃത്ത്, സഹൃദയൻ, അതാണ് കറക്റ്റ് വാക്ക്. ഒരു സഹൃദയൻ എന്നുള്ള നിലയ്ക്ക് ഞാനൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ, എനിക്കൊരു സ്വപ്നം പറഞ്ഞപ്പോൾ, ആ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് 200 പേർ, എന്നെ കൂടാതെ 199 പേർ, പൈസയാണ്, മണി ഇൻവോൾവ്. എന്തൊക്കെ സ്നേഹമാണ് മറ്റേതാണ് മറിച്ചെന്ന് പറയുമ്പോൾ, നമുക്ക് എന്താണ്, നമ്മൾ നാളെ ചാവും എന്ന് പറഞ്ഞാൽ പോലും ഒരു 5 രൂപ ഒരാൾ നമുക്ക് തരണം എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പം യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ, ഇതിൻ്റെ വിജയപരാജയങ്ങളെ കുറിച്ച് ആലോചിക്കാതെ, എന്നിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് കൂടെ നിന്ന ഞാൻ വളരെ എന്താ പറയുക, വളരെ ഹംബിൾസ് മീ എ ലോട്ട് പറഞ്ഞ് ഞാൻ ഒത്തിരി ആകുന്നില്ല. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ എല്ലാം പിന്തുണയുണ്ട്. ആ ഒരു പിന്തുണയോട് കൂടിയാണ് അടുത്ത മൂവിയിലേക്ക് നമ്മൾ കിടക്കുന്നത്. വി ആർ പ്രിറ്റി സ്ട്രോങ് ഇൻ ഇറ്റ്. ഞങ്ങൾ വളരെ കോൺഫിഡൻസോട് കൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. ഒരു പ്രീ സ്റ്റേജാണ് സ്ക്രിപ്റ്റ്. ആക്ച്വലി റൈറ്റർ ആരാണെന്ന് പോലും നമ്മൾ റിവീൽ ചെയ്യില്ല. എനിക്ക് കുറച്ച് റോളുണ്ട് എന്ന് മാത്രമേ ഞാൻ റിവീൽ ചെയ്യുള്ളൂ. ഞാൻ അതുകൊണ്ട് പറയണം, ഇത് ജസ്റ്റ് ടൈറ്റിൽ റിവീൽ മാത്രമാണ് കേട്ടോ. ഇതിനകത്ത് പല കാര്യങ്ങളും റിവീൽ ചെയ്യാത്ത, ചില കാര്യങ്ങൾ ഫൈനലൈസ്ഡ് ആവാത്തതോടും കൂടിയാണ്. കാസ്റ്റ്, ക്രൂ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടില്ല. അതിനകത്ത് ഒരു ലൈൻ വളരെ വലുതായിട്ട്, ഇത് ആരെങ്കിലുമൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം, നമ്മൾ ആക്ച്വലി ഈ സിനിമയുടെ ഭാഷ പോലും നമ്മൾ റിവീൽ ചെയ്യുന്നില്ല. ഈ സിനിമ ഏത് ലാംഗ്വേജിലാണ് വരാൻ പോകുന്നതെന്ന് നമ്മൾ റിവീൽ ചെയ്യുന്നില്ല. ലെറ്റ് ഇറ്റ് ബി എ സീക്രട്ട്. അത് മാത്രമേ പറയുന്നുള്ളൂ. ജസ്റ്റ് പേരാണ് മാത്രം നമ്മൾ പറയുന്നത്. നമ്മുടെ അടുത്ത മൂവി ഇതാണ്. ഈ മൂവിയുടെ പേര് ഇവിടെ കാണിക്കാം. ബാക്കി കാര്യങ്ങൾ വഴിയെ പറയാം. ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. ഈ സ്നേഹം ഇതുപോലെ തന്നെ തുടർന്ന് വേണം. ബാക്കി കാര്യങ്ങളെല്ലാം വഴിയെ പറയാം. കുറച്ചുകൂടി വലിയ ഫംഗ്ഷൻ പറയാം. ഈ ടൈറ്റിൽ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ റിവീൽ ചെയ്യിക്കാനായിട്ട് എനിക്ക് തോമസാർ, നീലമർക്ക് അല്ലാതെ വേറെ ആരെ സങ്കല്പിക്കാൻ കഴിയുന്നില്ല. കാരണം ഞാനൊരു സിനിമാക്കാരൻ എന്നുള്ളൊരു ലേബലിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ രണ്ടുപേരും കാരണമാണ്. അതും എനിക്ക് വേറെ ഒരു പേരില്ല. അവരത് ചെയ്യട്ടെ. അതിനുശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. താങ്ക് യു വെരി മച്ച്. ഒത്തിരി സംസാരിക്കാനുണ്ട്, പക്ഷേ സമയപരിമിതി കൊണ്ട് എല്ലാം കൊണ്ടും ഇതിലേക്ക് ചുരുക്കാം. താങ്ക് യു ഫോർ യുവർ ലവ്. താങ്ക് യു.